വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓഡ് സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷം, അതായത് 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷം പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, അടുത്ത കൊല്ലത്തിൽ ആദ്യം നടക്കുന്ന സെമസ്റ്റർ പരീക്ഷകൾ ഏതാണെന്ന്. ഓഡ് സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷം ഇനി വരാൻ പോകുന്നത് ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ്. അതായത് 2, 4, 6 സെമസ്റ്റർ പരീക്ഷകൾ. ഇതിൽ 2 എന്ന് പറയുമ്പോൾ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെതാണ്. 4ഉം 6ഉം 3 ഇയർ UG പ്രോഗ്രാമിൻ്റെ. കോളേജിലെ സൂപ്പർ സീനിയേഴ്സ് എന്ന് പറയുന്നത് 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളാണ്. ആയതുകൊണ്ട് മാർച്ച് മാസത്തിൽ തന്നെ ഇവരുടെ പരീക്ഷകൾ, 6ാം സെമസ്റ്റർ പരീക്ഷക്കാരുടെ സെമസ്റ്റർ പരീക്ഷകൾ മാർച്ച് മാസത്തിൽ തന്നെ വരാനാണ് സാധ്യത. ഇതിനിടയിൽ 2ഉം 4ഉം സെമസ്റ്റർ പരീക്ഷകളുടെ എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്യുമെങ്കിലും ആദ്യം നടക്കുന്ന സെമസ്റ്റർ പരീക്ഷകൾ 6ാം സെമസ്റ്ററിൻ്റേത് തന്നെയാണ്. ആയതുകൊണ്ട് അതിനുവേണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രൊജക്റ്റ് വർക്കിൻ്റെ കാര്യങ്ങളുണ്ട്, ദെൻ ഇൻറ്റേർണൽസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ചില കോളേജുകളിൽ ടൂർ പോലും പോയിട്ടില്ല, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി മെസ്ഡപ്പാണ്. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നല്ല രീതിയിലുള്ള ടൈം ടേബിളും അതിനുവേണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ 6ാം സെമസ്റ്ററും നല്ല രീതിയിൽ തന്നെ ജയിച്ച് മുന്നോട്ട് പോകാനും ഫർദർ സ്റ്റഡീസിനോ ജോലിക്കും മറ്റുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവാം. അതുകൊണ്ട് നാളിതുവരെ കൊടുത്തിരിക്കുന്ന സെമസ്റ്റർ പരീക്ഷകളുടെ പ്രാധാന്യം 6ാം സെമസ്റ്ററിനും കൊടുക്കുക, മുന്നോട്ട് പോവുക. 2, 4 സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇതിനിടയിൽ വരുമെങ്കിലും ആദ്യം നടക്കുന്ന പരീക്ഷകൾ 6ാം സെമസ്റ്ററിൻ്റെതാണ്. അതിനുശേഷം ക്രമമായി 2ഉം 4ഉം സെമസ്റ്റർ പരീക്ഷകൾ ഉണ്ടായിരിക്കും. ഓരോ സെമസ്റ്റർ പരീക്ഷകളുടെയും അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള വീഡിയോസ് വിദ്യാർത്ഥികൾക്ക് ഒരുങ്ങാനുള്ള സമയമാണ്. ഈ ഒരുക്കങ്ങൾ ഉപകാരപ്രദമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.